ഹലോ ഡിയേഴ്സ്, എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നത്തെ ഉച്ചയൂണ്. എൻ്റെ ഉച്ചയൂണ് സ്പെഷ്യലാണിത്. നെയ്ച്ചോറും ചിക്കൻ കറിയും. ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈലാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ ചിക്കൻ കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഒരു പകുതി പുളിനാരങ്ങയും പുളിനാരങ്ങേൻ്റെ നീരും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചു. പിന്നെ നമുക്ക് അതിന് വേണ്ടുന്ന കുറച്ച് കഷ്ണങ്ങളെല്ലാം ഉണ്ട്. തക്കാളി, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ മല്ലിപ്പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കറിവേപ്പില, മല്ലിയില, പിന്നെ തേങ്ങ വറുത്തരക്കേണ്ട തേങ്ങയും. ഇനി ഒരു ഉരുളി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും അതും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായി വഴറ്റൊന്നും വേണ്ട, കുറച്ച്. പിന്നെ അതിലേക്ക് ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് കുക്കറിലിടാം, പക്ഷെ ഞാൻ കുക്കറിലിട്ട് കറി വെക്കലില്ല. ചെറിയ തീയിൽ ചിക്കൻ വേവിച്ചിട്ടേ ഞാൻ കറി വെക്കാറുള്ളൂ. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ നമ്മൾ പെരക്കി വെച്ച ചിക്കനും കൂടി ഇട്ടിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഒരു സംഭവം മറന്നുപോയി, തക്കാളിയും കൂടി ചേർത്ത് വഴറ്റണേനും. പക്ഷെ കുഴപ്പമില്ല, ചിക്കൻ ചെറിയ തീയിൽ വേകുമ്പോഴത്തേക്ക് തക്കാളിയും കൂടി അത് പിന്നെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ അത് നന്നായിട്ട് വെന്തോളും. തക്കാളിക്ക് വേവൊന്നുമില്ലല്ലോ. അങ്ങനെ പിന്നെയാണ് ഞാൻ തക്കാളി ഇട്ട് കൊടുത്തത്. തക്കാളിയും കൂടി ഇട്ടൊന്ന് മൊത്തത്തിലൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ചെറിയ തീയിൽ നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മളിത് തക്കാളിയൊക്കെ ചേർത്ത് നല്ല മിക്സാക്കി മൂടി വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ വറുക്കാം. അതിനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലോട്ട് തേങ്ങയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഈ തേങ്ങ വറുക്കുമ്പോൾ അതിലോട്ട് കുറച്ചുകൂടി സാധനങ്ങൾ ചേർക്കാനുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്ത്, പിന്നെ കുരുമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വറുക്കുക. ജീരകവും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ഏകദേശമായി നമ്മൾ എടുത്ത് വെച്ച ഈ മസാലപ്പൊടികളും കൂടി ചേർത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മളെ തേങ്ങ വറവ് ഇടാം ശരിയായി. ഇനി നമുക്കിത് ജാറിലോട്ടിട്ട് അരച്ചെടുക്കാം. ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെക്കുക. പിന്നെ ഈ തേങ്ങ അരച്ചതും കൂടി ചേർത്ത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഉപ്പെല്ലാം നോക്കി കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും കുറച്ച് വറ്റിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ കറി ഏകദേശം ഇടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിച്ച് കൊടുക്കണം. ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നെയ്യിൽ നമുക്ക് താളിച്ചൊഴിച്ച് കൊടുക്കാം. അതിനായി ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വന്നു. നമുക്കിനി ഇത് ചിക്കൻ കറിയിലോട്ടിട്ട് നല്ല അടിപൊളി മണം വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് നെയ്ച്ചോറിൻ്റെ പരിപാടി. അതിനായി ഞാനൊരു 4 ഗ്ലാസ് നേരിയ അരി എടുത്തിട്ടുണ്ട്. അത് ഞാൻ വൃത്തിയായി കഴുകി മാറ്റി വെച്ചു.
പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലോട്ട് നെയ്യ് ഒഴിച്ചു. പിന്നെ ഏലക്കായ്, ഗ്രാമ്പു, പട്ട, കറുപ്പയുടെ ഇല അതും കൂടിയിട്ട് ഒന്ന് വഴറ്റി. പിന്നെ 8 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് ഒരു പകുതി പുളിനാരങ്ങയുടെ നീരും ഒന്ന് ഒഴിച്ചു കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ കഴുകി മാറ്റി വെച്ച അരി അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പ് കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ഉപ്പ് ഇട്ട് നമുക്കിത് ചെറിയൊരു തീയിൽ അടച്ച് വെച്ച് വേവിക്കാം. ഏകദേശം നമ്മളെ ചോറ് ഇവിടെ ആവാനായിട്ടുണ്ട്. ഇത്തിരി കൂടി ആവണം. നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ നമ്മളെ ചോറ്, നെയ്ച്ചോറ് ഇവിടെ റെഡിയായി. അങ്ങനെ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. നല്ലൊരു മണമെല്ലാം വന്നിട്ടുണ്ട്. നല്ല ചൂടോടെ കഴിക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് താളിച്ച് വെച്ച് കൊടുക്കണം. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും എൻ്റെ പിള്ളേർ കഴിക്കൂല. അതുകൊണ്ട് ഞാൻ ഉള്ളി മാത്രമാണ് നെയ്യിൽ മൂപ്പിച്ചെടുത്തത്. അതും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടി തൂവി കൊടുത്തു. മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം വെക്കാം. അപ്പോൾ എൻ്റെ നെയ്ച്ചോറും ചിക്കൻ കറിയുടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.